പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചനം പഠിക്കുവാനായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ഇത് പിന്നീട് കേൾക്കുന്നവർ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇത് ഫോളോ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ക്ലാസ് ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ആണ്. ഇവാഞ്ചലിസം ആൻഡ് ഡിസിപ്ലിൻഷിപ്പ് ഈ വിഷയം നമ്മൾ തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി കർത്താവ് സഹായിക്കേണ്ടതിന് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് അവൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് കർത്താവെ കഴിഞ്ഞ നാളുകളിൽ എന്ന പോലെ ഇന്ന് ഇവാഞ്ചലിസത്തിൻ്റെ ക്ലാസ് പഠിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ഏവരെയും സഹായിക്കുന്നത് കൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം പഠിപ്പിക്കുന്ന സാറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിച്ചാട്ടെ. എല്ലാ ഇരുട്ടുകളും മാറ്റി കർത്താവിൻ്റെ വചനം ഹൃദയങ്ങളിൽ പ്രകാശിക്കുവാൻ, അത് ജനത്തിൻ്റെ മേൽ പകരപ്പെടുവാൻ, അനേക ജനങ്ങൾക്ക് കർത്താവെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഈ വചനം പഠിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് കരുണ വഹിക്കേണ്ടതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളോട് കൂടിയിരിക്കും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ഡേവിസ്. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് കണ്ടക്ട് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ ലാലു ജേക്കബിനെ കർത്താവ് അത്ഭുതമായി കാത്തുകൊണ്ടതിനാൽ സ്തോത്രം. തുടർന്ന് കടന്നു വന്നിട്ടുള്ളതായ എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദൈവവചനം പഠിക്കുവാനുള്ളതായ ഉത്സാഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ തുടർന്ന് സുവിശേഷീകരണവും ശിഷ്യത്വവും ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഇത്ര സവിസ്തരമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് കേൾക്കുന്ന നിങ്ങൾക്ക്, പഠിക്കുന്ന നിങ്ങൾക്ക്, വചനം ഷെയർ ചെയ്യുന്നതിന് നിങ്ങൾ അതിനെ ഒരുക്കുക, അതിൻ്റെ കാര്യങ്ങൾ അറിയണം. എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാനൊക്കത്തില്ല. പക്ഷേ ഒരു സാവകാശം ഉള്ളപ്പോൾ നമുക്ക് വിശദീകരണങ്ങൾ പറയുവാൻ തക്കണം നാം അറിവുള്ളവരായിരിക്കണം. നാം കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചുകൊണ്ടിരുന്നത്, ഇതിൻ്റെ സ്ക്രീൻ നിങ്ങൾ കാണാമോ? ഓക്കെ, ദൈവത്തിന് സ്തോത്രം. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. നോക്കട്ടെ, ഞാൻ ഓക്കെ. സുവിശേഷ ദൂതന്റെ സാരാംശം എന്തായിരിക്കണം എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒടുവിലായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ള അറിവ്. അപ്പം ന്യായവിധിയെക്കുറിച്ചൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിന് ഒരു തിക്തമായിട്ടുള്ള ഒരു പരിണത ഫലമുണ്ട് എന്ന് ഉള്ളത് ആളുകളെ ബോധവൽക്കരണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദൈവം ന്യായം വിധിക്കത്തില്ല, നിങ്ങൾ ആരെയും ന്യായം വിധിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് വചനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ ന്യായം വിധിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പഠിപ്പിച്ച് ശരിയാണ്. എന്നാൽ അതിൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ വിധിക്കണ്ട എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിധിക്കുമ്പോൾ സൂക്ഷിച്ചോണം, നിങ്ങൾ വിധിക്കുന്നതായ അതേ വിധിയിൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും എന്നുള്ളതായ കാര്യമാണ് പറയുന്നത്. നേരത്തെ കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിച്ചതായ വിഷയങ്ങൾ അതിന് ഹൈലൈറ്റ്സ് മാത്രം ഒന്ന് പറയുന്നേ ഉള്ളൂ, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നിത്യശിക്ഷാവിധി എന്നുള്ളത് ഒരു അടിസ്ഥാന ഉപദേശമാണ്. എബ്രായ ലേഖനം 6:1-2 വാക്യങ്ങൾ കാണുന്നു. പഴയ നിയമ വീക്ഷണത്തിൽ യഹോവ തന്നെയാണ് ന്യായാധിപതി. എന്തിനാണ് ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങളും ദൈവികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരു പ്രോഗ്രസീവായിട്ട്, ക്രമാനുഗതമായിട്ട് വെളിപ്പെടുത്തുന്നതായ ഒരു വെളിപ്പാടാണ്. പഴയ നിയമത്തിൽ ഭാഗികമായിട്ടുള്ള വെളിപ്പാടേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് യഹോവ തന്നെയാണ് ന്യായാധിപതി എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പുത്രനായ ക്രിസ്തുവാണ് ന്യായാധിപതി.
പിന്നെ യേശു ക്രിസ്തു പറഞ്ഞത്, യേശു ന്യായം വിധിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തതാണ്. ആ ഭാഗങ്ങളെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. നാലാമതായിട്ട് ദൈവം നമ്മളെ വിധിക്കുന്നത് റോമാലേഖൻ 2:16 കാണുന്ന സുവിശേഷത്തിൻ്റെ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ. സുവിശേഷത്തിൻ്റെ ദൂത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. ദൈവവചനം ആൾക്കാർ കേൾക്കുമ്പോൾ അതിനെ അനുസരിച്ച് ആളുകളെ ന്യായം വിധിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾക്ക് ദൈവവചനത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിച്ചു. എബ്രായലേഖനം 4:12-13 വാക്യങ്ങളിൽ. ഒടുവിലായിട്ട് നാം ചിന്തിച്ചത് ലോക മനുഷ്യർക്കെല്ലാം, ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് ആ വാക്കുകൾ എഴുതിയിരിക്കുന്നത്, ലോക മനുഷ്യർക്കെല്ലാം അന്ത്യന്യായ വിധി നിയമിച്ചിരിക്കുന്നു. അതാണ് എബ്രായർ 9:27 കാണുന്നത്. പിന്നീട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മാനസാന്തരപ്പെടാത്തവർക്ക് ന്യായവിധി സുനിശ്ചിതമാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. താൽക്കാലികമായിട്ട് ചിലപ്പോൾ കുഴപ്പമൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷേ അവർക്കൊരു ന്യായവിധിയുണ്ട്. നാം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടതായിട്ട് വരും എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നീട് നാം മനസ്സിലാക്കേണ്ടത് രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവമക്കൾ നിത്യശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവായി എന്ന് കാണുന്നുണ്ട്. ഓക്കെ, റോമർ 8:1 കാണുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതിൻ്റെ ന്യൂ കിംഗ് ജെയിംസ് വെർഷൻ്റെ ട്രാൻസ്ലേഷൻ താഴെ കാണുന്നത്, അതിൻ്റെ ഞാൻ ആ ഭാഗം ഇറ്റാലിക്സിൽ ചേർത്തതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി, അതിൻ്റെ ഇംഗ്ലീഷിൽ വരുന്നതായ വേളയിൽ അതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is therefore now no condemnation to those who are in Christ Jesus, who do not walk according to the flesh but according to the Spirit. ചില മാനുസ്ക്രിപ്റ്റ്സിൽ, പല റിലയബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റിലും മലയാളം ട്രാൻസ്ലേഷൻ എടുത്തിരിക്കുന്നത് പോലെ തന്നെ ആ ലാസ്റ്റ് ഭാഗമില്ല. ഓക്കെ, ഞാൻ ആ ഭാഗം മൊത്തമായിട്ടൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. രണ്ടാമത്തെ റോമർ 8:2, for the law of the Spirit of life in Christ Jesus has made me free from the law of sin and death. For whatever the law could not do in that it was weak through the flesh, God did by sending his own Son in the likeness of sinful flesh. On the account of sin, he condemned sin in the flesh, fourth verse, that the righteous requirement of the law might be fulfilled in us, who do not walk according to the flesh but according to the Spirit. ആ ബ്ലൂ ലൈറ്റിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗം എക്സാക്ട്ലി സെയിം തന്നെയാണ് 1-4. ഞാൻ എൻ്റെ സവിസ്തര പഠനത്തിൽ who do not walk according to the flesh but according to the Spirit, അവിടെ ആ ഭാഗം അവിടെ ഉള്ളതല്ല. കാരണം ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ്. പിന്നെ കണ്ടംനേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ അമേരിക്കയിൽ പോലീസുകാർ വണ്ടി ഓടിക്കുന്ന വേളയിൽ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ സ്പീഡ് ലിമിറ്റ് വെച്ച് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ പോലീസുകാർ നിർത്തത്തില്ല എന്നുള്ളതിന് യാതൊരു അതിശയം തോന്നേണ്ട കാര്യമില്ല. നമ്മൾ പോലീസുകാർ നിർത്താത്തതിൻ്റെ കാര്യം നമ്മൾ സ്പീഡ് ലിമിറ്റ് വെച്ചാണ് പോകുന്നത് എന്ന് പറയുന്നത് പോലെ, നമ്മൾ ജഡത്തെ അനുസരിച്ച് who do not walk according to the flesh but according to the Spirit, ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്, ജഡത്തെ അനുസരിച്ചല്ല നടക്കുന്നതെങ്കിൽ പിന്നെ ആ ഭാഗം അവിടെ പറയുന്നതിന് പ്രസക്തിയില്ല. ഓക്കെ, എനിഹാവ് അതിൽ കൂടുതലായിട്ടുള്ള സ്ഥലത്ത് പോകുന്നില്ല. അതിന് വേറെ ഒരുപാട് തിയോളജിക്കലായിട്ടുള്ള ഹയർ ക്രിറ്റിസിസത്തിൻ്റെ തന്നെ ഉള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധത്തിൽ അത് പ്രസക്തിയില്ലാത്ത കാരണത്താൽ ഞാൻ അതിൻ്റെ വിസ്താരത്തിലേക്ക് പോകുന്നില്ല. എനിഹാവ് ഒന്നാമത്തെ വാക്യം
നമ്മുടെ മലയാളത്തിലുള്ളതുപോലെ അത് ശരിയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശ്വരുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതിനെ സപ്പോർട്ട് ചെയ്യത്തക്കതായ വേറെ വാക്യങ്ങളുമുണ്ട്. ഓക്കെ, യോഹന്നാൻ 3:18 കർത്താവ് പഠിപ്പിച്ചതായ സംഗതി, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. അവനിൽ യേശുക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുന്നതിന്, വിശ്വസിക്കുന്ന പറഞ്ഞാൽ ഇന്റലക്ച്വലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. യേശുക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത്, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവർക്ക് വേണ്ടി വിധിച്ചിരിക്കുന്ന ആ ഒരു സംഗതി കൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി അവർക്ക് അത് നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. ന്യായവിധിയിൽ നിന്ന് ഒഴിവാകുവാനുള്ളതായ ഉപാധി അല്ലെങ്കിൽ മുഖാന്തരമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കായ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇത് ഇറ്റേണൽ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടംനേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 5:24-25 വാക്യങ്ങൾ നോക്കാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആമേൻ ആമേൻ എന്ന് ആവർത്തിച്ച് പറയുന്നത് ആ ഭാഷയിൽ, അരാമ്യ ഭാഷയിൽ ഏറ്റവും ഉറപ്പിച്ച് പറയാനൊക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പറയുന്നത് മോസ്റ്റ് അഷ്വർഡ്ലി, ഏറ്റവും സുനിശ്ചിതമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതിനപ്പുറമായിട്ട് യാതൊരു മാർഗമില്ലെന്നാണ് പറയുന്നത്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് തന്നെ രക്ഷകനായി നമ്മുടെ കർത്താവായി ഏറ്റുപറയുന്നതായ ആ സമയത്ത് നമുക്ക് നിത്യജീവനുണ്ട്. സാധാരണ ആളുകൾ ചോദിക്കാൻ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിത്യത എവിടെ ചെലവഴിക്കുന്നത്? സത്യമാണ്. പക്ഷേ മരിച്ചു കഴിയുന്നതിന് ശേഷം മാത്രം ലഭിക്കുന്ന ഒരു സംഗതിയല്ല. നാം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതായ സന്ദർഭത്തിൽ നമ്മൾക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ നേരത്തെ നാം മരിച്ചവരായിരുന്നു, ഇപ്പോൾ നാം നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. എന്ത് കാരണത്താൽ? യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അവനെ സ്വീകരിക്കുന്നവർക്ക്, അത് സ്വീകരിക്കുന്ന കാരണത്താൽ. 25-ാമത്തെ വാക്യത്തിൽ വീണ്ടും കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും ഉറപ്പിച്ചു പറയുന്ന ആ ഒരു വേറൊരു സംഗതിയാണ്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു മരിക്കുന്നു. ഈ രണ്ട് കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ല, ഒറ്റ സമയത്ത് നടക്കുന്ന കാര്യമല്ല ആണെന്നല്ല പറഞ്ഞേക്കുന്നത്. ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ളതായ കാര്യമാണ്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു മരിക്കുന്നു. ഓക്കെ, അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, ഇതെങ്കിലും ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അത് ഭാവിയിൽ നടക്കുന്നതും ഒറ്റ സമയത്ത് നടക്കുന്നതല്ല. ആദ്യം കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുന്നു, നന്മ ചെയ്തവർ ജീവനായി. അത് സംഭവിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കുന്നതായ വേളയിൽ നാം വിശ്വസിക്കുന്ന പോലെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയിർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. പിന്നീട് നടക്കുന്നത് തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അത് ഏകദേശം ഒരു 1007 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതായ സംഗതിയാണ്, അല്ല ഒറ്റേ സമയത്ത് നടക്കുന്നതായ സംഗതിയല്ല. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ ഇത് ഒരു ക്രമാനുഗതമായ ഒരു വെളിപ്പാടായിട്ടാണ് കാണുന്നത്. സഭയെക്കുറിച്ചുള്ളൊരു മർമ്മം എന്നുള്ളതായ വാക്കിനർത്ഥം ഇതുവരെയും മറച്ചു വെച്ചിരിക്കുന്ന ഒരു സംഗതി ഇപ്പോൾ വെളിപ്പെടുത്തുക. അതാണ് മർമ്മം എന്ന് പറഞ്ഞാൽ, മിസ്റ്റീരിയോൺ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. അതാണ് മർമ്മം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. റാപ്ചർ എന്ന് പറയുന്നത് ഒരു മർമ്മമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് പൗലോസിന് കൂടുതലായിട്ട് വെളിപ്പെടുത്തി കൊടുത്തതായ മർമ്മങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തു സഭയെക്കുറിച്ച് കേവലം അല്പമായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസിനും പിന്നീട് അപ്പോസ്തലനായ പൗലോസിനും മറ്റും കുറെ കൂടെ വ്യക്തമായിട്ടുള്ള വെളിപ്പാട് കർത്താവ് കൊടുത്തു.
ഇവിടെ പറയുന്നത് തിന്മ ചെയ്തവർ ന്യായവിധിക്കായും വരുന്നു, പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഇത് അല്പമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആളുകൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട്, ക്രിസ്തുവിൻ്റെ വെള്ളസിംഹാസനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാതെ മരിച്ചവർക്കുള്ളതായ അന്ത്യന്യായവിധിയാണ്. ഓക്കെ, അത് വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്കുകളാണ് അവിടെ കാണുന്നത്. ഇവിടെ യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടതായ ആ വെളിപ്പാട് വെച്ചിട്ട് ഞാൻ 20-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും, ഈ വലിയതെന്ന് പറഞ്ഞാലും ആ സിംഹാസനത്തിൻ്റെ ജിയോഗ്രാഫിക്കലായിട്ട് വലിപ്പത്തിൻ്റെ കാര്യമല്ല, അതിൻ്റെ ഗ്രേറ്റ്നെസ്, അതിന് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ, ഓക്കെ, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ മരിച്ചവർ എന്ന് പറയുന്നത് നേരത്തെ കർത്താവിൻ്റെ കാഹളം ധ്വനിയിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടാത്തതായ പാപികളായിട്ട് യേശുവിനെ നിരസിച്ചതായിട്ട് ആളുകളുടെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അവിടെ ചുരുളുകൾ അഥവാ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പല പുസ്തകങ്ങളാണ് തുറന്നിരിക്കുന്നത്. ഒരു പുസ്തകത്തിന്റെ പേര് ജീവന്റെ പുസ്തകം, ജീവൻ പ്രാപിച്ചവരുടെ പുസ്തകം. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ എല്ലാവരുടെയും പ്രവൃത്തിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ പ്രവൃത്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായ വേറൊരു പുസ്തകം ഉണ്ടെന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. ദൈവമക്കൾ നമ്മുടെ രക്ഷിക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല നാം രക്ഷിക്കപ്പെടുന്നത്, ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ കാലയുള്ള ജീവിതത്തിലുള്ളതായ നമ്മുടെ എല്ലാ ദോഷപ്രവൃത്തികളും രക്ഷിക്കപ്പെടുന്നതായ ആ നേരത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പൂർണ്ണമായി എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്ന കാരണത്താൽ കർത്താവ് നമ്മളെ നീതിമാൻ ആയിട്ട്, നീതിയുള്ള വ്യക്തിയായിട്ട് പ്രഖ്യാപനം ചെയ്തു, വിശുദ്ധനായിട്ട് പ്രഖ്യാപനം ചെയ്ത ആ സമയത്ത് നമ്മുടെ പഴയ റെക്കോർഡുകളെല്ലാം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റോമാ 8-ാം അധ്യായത്തിൽ 1 പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ആ രക്ഷയെ നിരസിക്കുന്നതായ ആളുകൾ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പ് നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ 12-ാമത്തെ വാക്യം, ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പം ഞങ്ങൾ പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരൊറ്റ പുണ്യപ്രവൃത്തി ദൈവത്തെ കൽപ്പനയെ ലംഘിച്ചു കഴിഞ്ഞാൽ എല്ലാം, ഒരു കൽപ്പന, 10 കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്, ഒരു കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ എല്ലാം ലംഘിച്ചു എന്നാണ് യാക്കോബ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ളതായ അവർക്ക്, മരിച്ചവർക്ക്, അതായത് രക്ഷിക്കപ്പെടാത്തവർക്ക്, അവർക്ക് പ്രവൃത്തികൾക്ക് ഏറ്റവും അടുത്ത ന്യായവിധി ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. വീണ്ടും പ്രവൃത്തികളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വിചാരിക്കുന്നു സമുദ്രം പല രീതിയിലാകാം. സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ വീണ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സമുദ്രം എന്ന് വേണമെങ്കിൽ പറയാം. മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ഈ മരണത്തെ എങ്ങനെ തള്ളിയിടുന്ന, മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, ഈ പാതാളം എന്ന് പറഞ്ഞൊരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തെ എങ്ങനെയാണ് തീപ്പൊയ്കയിൽ തള്ളിയിടുന്നത്? എൻ്റെ വിശദീകരണം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ അത് ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഡെത്ത് ആൻഡ് ഹെയ്ഡസ്. കേവലം ഡെത്ത് എന്ന് പറയുന്ന ഒരു അനുഭവമാണെങ്കിൽ അത് ലോവർ കേസിൽ, അല്ലെങ്കിൽ
സ്മോൾ ലെറ്റേഴ്സിൽ ഏത് ഭാഷയാണ് പറയുന്നത്, ഈ ഡെത്ത് എന്ന് പറയുന്നത് അപ്പർ കേസും ലോവർ കേസും, ക്യാപിറ്റൽ ലെറ്ററോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എഴുതിയാൽ മതിയായിരുന്നു. അപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞത് മലയാളത്തിൽ ക്യാപിറ്റൽ ലെറ്ററോ ഇല്ല, സ്മോൾ ലെറ്ററോ ഇല്ല, ഒറ്റ വലുപ്പത്തിലുള്ളതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നത്. അതൊരു വ്യക്തിയാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മരണത്തിന്റെ അധികാരിയായ പിശാച്. അപ്പൊ ഇതുവരെയും ആളുകളെ മരണത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ ഭീതിയിൽ നിർത്തുന്ന ഒരു വ്യക്തിയാണ് പിശാച്. പാപത്തിൽ അങ്ങനെയാണ് അവരെ തുടരെ കൊണ്ടുപോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. സ്വന്തമായിട്ട് പോയതല്ല, ഇടാതെ വണ്ണം അതിൽ പോകാനായിട്ട് വില്ലിങ്നെസ് കാണത്തില്ല. അപ്പം ഫോഴ്സ്ഫുള്ളായിട്ട് ശക്തി ചെലുത്ത് സമ്മർദ്ദം കൊടുത്ത് അവനെ തള്ളിയിടുകയാണ്. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം, എന്നേക്കുമായി ദൈവത്തിൽ നിന്നും അകന്നു പോകത്തക്കതായ നില. ഈ ലോകത്തിൽ ദൈവമില്ലാതെ ജീവിക്കുന്നത് തന്നെ ഒരു നരകമായിട്ടാണ് കാണുന്നത്. പ്ലീസ് മ്യൂട്ട് മൈക്രോഫോൺ നിങ്ങളുടെ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. പിന്നീട് പറയുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പം മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അതിനുശേഷം അതിൻ്റെ കൂടെ തള്ളിയിടപ്പെടുന്നതായ ആളുകൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തതായ എല്ലാവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആളുകൾക്ക് സുവിശേഷം പറയാൻ സാവകാശമുണ്ടെങ്കിൽ, ഈ പറയുന്ന സന്ദർഭത്തിൽ സാവകാശമുണ്ടെങ്കിൽ ഇത് ആണ് വിരട്ടി നമ്മളെ അവരെ രക്ഷിക്കപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഇത് സംഭവിക്കും എന്നുള്ളതായ കാര്യം അവരെ ഓർപ്പിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ പേര് രക്ഷിക്കപ്പെടുന്നതായ വ്യക്തികൾക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ സന്തോഷിക്കാവുന്ന ഒരു സംഗതിയുണ്ട്. ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ച, നിത്യജീവൻ പ്രാപിച്ച എല്ലാവരുടെയും പുസ്തകത്തിൽ ആ പേരുകൾ ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പിന്നീട് ഞാൻ വായിച്ച ഭാഗം, മരണത്തെയും എന്നുള്ളതിന് മരണദൂതൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പാതാളം എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ വിസ്താരത്തിലേക്ക് വരാം. ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഹെയ്ഡസ് എന്നാണ്. ഹെയ്ഡസ്. ഓക്കെ, അതെന്തിനാ ഗ്രീക്കൊക്കെ അറിഞ്ഞിരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാതാളം എന്ന് പറഞ്ഞാൽ എല്ലാ എടുത്തും അതിൻ്റെ അർത്ഥം അത്ര ശരിയാകത്തില്ല. അതുകൊണ്ട് അല്പമെങ്കിലും നമ്മൾ മലയാളം മാത്രമേ പറയത്തുള്ളൂ. നമ്മൾ റേഷൻ കാർഡ് എന്ന് പറയുന്നത് റേഷൻ മലയാളമല്ല, ഇംഗ്ലീഷ് വാക്കാണ്. അതുകൊണ്ട് അല്പം ഗ്രീക്കൊക്കെ പഠിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. വലിയ വിസ്താരത്തിന് പോകരുത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ. എന്നാൽ ഇങ്ങനെയാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നതെന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം തീപ്പൊയ്ക എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതായ സ്ഥലമാണ്. ഈ പിശാചിനെ സേവിച്ച് നടക്കുന്ന ആളുകൾ പോകുന്നു, അവരെ അവിടെയും തള്ളിയിടപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മത്തായിയുടെ സുവിശേഷം 25:41 യേശു പറഞ്ഞത്, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും, പിശാചിന് 2 പ്രാവശ്യം എഴുതിയിരിക്കുന്നത് തെറ്റാണ്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവൻ. ചില ആളുകൾക്ക് ഇത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. യഹോവ സാക്ഷികൾ ഇതൊക്കെ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതാണ്. ഇല്ല, നരകമെന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സ്ഥലമായിട്ടാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചത്. അതില്ല എന്ന് ആളുകളെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. ഓക്കെ, മരണത്തിന്റെ അധികാരി പിശാചാണ്. മരണം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് എബ്രായ ലേഖനം 2:14-15 വാക്യങ്ങളാണ്. ഒരാൾക്ക് വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ
തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, ജഡാവതാരത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഉള്ള കാര്യമാണ് എബ്രായ ലേഖന കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന അപ്പോസ്തലനായ പൗലോസാണെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ദൈവമക്കൾ ആയിത്തീരുന്നവർ ജഡരക്തങ്ങളോട് കൂടിയവർ ആകയാൽ യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് നമ്മോടൊപ്പം ഐഡന്റിഫൈ ചെയ്യുവാൻ തക്കവണ്ണം ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം ഭീതിയാൽ അടിമകളായിരുന്ന അവരെ എല്ലാം വിടുവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണവുമായി നാം ഏകീഭവിക്കുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തുവിനുള്ളതായ ജീവൻ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളും ആ നിത്യജീവന് പാത്രമായി തീരുകയും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നാം കടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ യോഹന്നാൻ സുവിശേഷത്തിൽ നേരത്തെ നാം വായിച്ചത്. ഓക്കെ, വെള്ളസിംഹാസനത്തിലെ ന്യായവിധി ദൈവമക്കൾക്ക് ഉള്ളത് അല്ല. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വെള്ളസിംഹാസനത്തിലെ, കാരണം എന്താണെന്നറിയാമോ, ഈ വെള്ളസിംഹാസനത്തിന് 1000 വർഷങ്ങൾക്ക് മുമ്പേ കാഹളം ധ്വനിക്കുന്നതായ വേളയിൽ ക്രിസ്തുവിൽ മരിച്ചവരായ ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്നതായ സന്ദർഭത്തിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് രൂപാന്തരം പ്രാപിക്കുന്നതായ വേളയിൽ നമ്മൾ എന്നേക്കുമായി മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത് നടക്കുന്നത് ഒടുവിൽ അന്ത്യ ന്യായവിധിയുടെ ഭാഗമാണിത്. വെള്ളസിംഹാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളസിംഹാസനത്തിലെ ന്യായാധിപൻ ക്രിസ്തു തന്നെയാണ്. അപ്പൊ യഹോവയ്ക്ക് എന്താ പറ്റി? പിതാവായ ദൈവത്തിന് എന്ത് പറ്റി? നേരത്തെ പറഞ്ഞ് യഹോവ തന്നെ ആരെയും വിധിക്കാതെ അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായം വിധിക്കുന്നത്. ആ ദൈവത്തിന്റെ വചനത്തെ നിരാകരിച്ച് കളഞ്ഞ ആളുകൾ, നിരസിച്ച് കളഞ്ഞ ആളുകൾ, അവർക്ക് ഒടുവിലായിട്ട് ഉള്ളതായ ന്യായവിധിയാണ്. അതുകൊണ്ട് അവൻ തന്നെയാണ്, യേശു തന്നെയാണ്, അല്ലെങ്കിൽ ക്രിസ്തു തന്നെയാണ് ഇവിടെ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്ന ന്യായാധിപതി. ഓക്കെ, പ്രവൃത്തികൾ 17:31 കാണുന്നത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, പിതാവായ ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവൻ നൽകുക മാത്രമല്ല, ദൈവവചനത്തെ നിരസിച്ചു കളയുന്ന ആളുകൾക്ക് ന്യായവിധി ഉറപ്പാക്കിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ന്യായവിധി ഉണ്ട്. അത് ദൈവം നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്നതായ, നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതായ ഒരു ദിവസമാണ്. ഓക്കെ, രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ ജീവപുസ്തകത്തിൽ പേർ എഴുതി കാണാത്തതായ പാപികളുടെ അന്ത്യശിക്ഷയ്ക്കുള്ളതായ സ്ഥലമാണ് നിത്യനരകം. ഓക്കെ, അതിന് പാതാളമെന്നും ഹെയ്ഡസ് എന്നും തീപ്പൊയ്ക എന്നും മറ്റും പറയാനായിട്ട് സാധിക്കും. ഈ വാക്യങ്ങളെ കുറിച്ചെല്ലാം നമുക്കൊരു നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്കുണ്ടായിരിക്കണം. ഈ നെതർ വേൾഡ് എന്ന് പറയുന്നത് ഈ ആഫ്റ്റർ ലൈഫിന് ശേഷമുള്ളതായ അവിടെ ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. അത് ഈ ലോകത്ത് നടക്കുന്ന ഈ ലോകത്തെ പോലെ തന്നെ യഥാർത്ഥമായിട്ടുള്ള ഒരു ലോകമാണ് ഈ നെതർ വേൾഡ് എന്ന് പറഞ്ഞാൽ. അതായത് നെതർ വേൾഡ് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം, മരണാനന്തര സ്ഥലം. ഓക്കെ, നരകം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ വായിച്ചതായ ഭാഗമാണ്. ഇതുകൊണ്ട് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തതേ ഉള്ളൂ. ആദ്യം ആരാണ് നിത്യാഗ്നിയിൽ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നരകത്തിൽ ആരുമില്ല എന്നാണ്, കാലിയായിട്ട് കിടക്കുകയാണ് എന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്.
ആളുകളെല്ലാം ഈ നരകം ആണ് അതായതാണെന്നൊക്കെ പറഞ്ഞ് ഈ നരകം വലിയ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള സ്ഥലമല്ലെന്ന് ഒരു തോന്നലുണ്ടാകത്തക്ക നിലയിലാണ് പിശാച് ആളുകൾ കൂടെ പ്രവർത്തിക്കുന്നത്. അല്ല, നരകത്തിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ദർശനം കണ്ടു കഴിഞ്ഞുള്ള ആൾക്കാർ ഉടനെ തന്നെ മാനസാന്തരപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് ദൈവം നിത്യ നരകത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനം കണ്ടു കഴിഞ്ഞതിന് ശേഷം, ഞാൻ അറ്റ്ലീസ്റ്റ് 1-2 ആളുകൾക്ക് ഒരു സാക്ഷി ഞാൻ കേട്ടു. ഒരു ദൈവമില്ല എന്ന് പറഞ്ഞ വലിയ തത്വജ്ഞാനിയായ ഒരു ഒരു ലോയർ, അയാള് ദൈവമില്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി വലിയ സവിസ്തര പഠനം നടത്തിയ വേളയിൽ അതിനുശേഷം വചനത്തിൽ നിന്ന് സത്യം മനസ്സിലാക്കുക മാത്രമല്ല, താനൊരു ദർശനം കണ്ടെന്നാണ് പറയുന്നത്. ആ ദർശനത്തിൽ താൻ മരിച്ച് പോകുന്നതായ ആ നരകത്തെക്കുറിച്ച് കണ്ടപ്പോൾ അയാൾക്ക് ബോധം വന്നതായ സന്ദർഭത്തിൽ ഉടനെ പറഞ്ഞു, ഒരു പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞെന്നാണ് പറഞ്ഞത്. കാരണം ആ സ്ഥലത്തിൻ്റെതായിട്ടുള്ള ആ ഭീകരത അത്ര ഭയാനകമായിട്ടുള്ള സംഗതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൃഗത്തെയും, ഈ മൃഗം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റ് ഉള്ളതായ ബീസ്റ്റ് എന്ന അന്ത്യക്രിസ്തുവിൻ്റെ വേറൊരു പേരാണ്. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യനെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര, അന്ത്യക്രിസ്തുവിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകൻ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വളരെ ഹാർമോണിയസ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരെ രണ്ടുപേരെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിയിട്ട് കളഞ്ഞു. എന്തോ ഒരു ന്യായവിധിയാണ്. അന്ത്യക്രിസ്തുവിനും കൂടെ പ്രവർത്തിച്ചതായ കള്ളപ്രവാചകനും അവർ ഒരുമിച്ചായിരുന്നു കാര്യങ്ങൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അവരെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിയിട്ട് കളഞ്ഞു. പണ്ട് എനിക്ക് തോന്നുന്നു വൈഎസ്കേൽ സാറാണെന്ന് തോന്നുന്നു, പണ്ട് വർഷങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്. അവിടെ പോകാനായിട്ട് മൃഗവും ഈ അന്ത്യക്രിസ്തുവും അവിടെ നിൽക്കുന്ന വേളയിൽ അവർക്ക് പോകാനായിട്ട് മനസ്സില്ല. ദൈവത്തിൻ്റെ വലിയ 2 ദൂതന്മാർ അവരെ പിടിച്ചിട്ട് ഒരുത്തന്നെ കൈക്കും ഒരുത്തന്നെ കാലും പിടിച്ച് താഴോട്ട് വലിച്ചെറിഞ്ഞ്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ട് എനിക്ക് ചിരി തോന്നുന്നു. എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതായ ഒരു വിശദീകരണമാണ്. ഇപ്പോഴും അത് എൻ്റെ മനസ്സിൽ കടന്നു വന്നു. അപ്പോൾ ഈ 20ാമത്തെ വാക്യത്തിൽ അന്ത്യക്രിസ്തുവിനെ മൃഗം എന്ന് പറയുമ്പോൾ അത് ഒരു നോട്ട് വെച്ച് എഴുതി വെച്ചേക്കണം. അത് അന്ത്യക്രിസ്തുവിനെ കുറിച്ചാണ്. കള്ളപ്രവാചകൻ, ഫാൾസ് പ്രോഫറ്റ്. ഓക്കെ, 3 പേര്. ദൈവത്തിന് ഒരു ട്രിനിറ്റി ഉള്ളതുപോലെ പിശാചിന് ഒരു ട്രിനിറ്റി ഉണ്ട്. അത് ആ ട്രിനിറ്റി എന്ന് പറയുന്നത് 1 പിശാച്, 2 അന്ത്യക്രിസ്തു, 3 കള്ളപ്രവാചകൻ ഒരുമിച്ചാണ് പ്രവർത്തനം നടന്നത്. ഓക്കെ, മൂന്നാമതായിട്ട് ആദ്യം മൃഗത്തെയും അന്ത്യക്രിസ്തുവിനെയും തള്ളിയിട്ടു. പിന്നീട് മൂന്നാമതായിട്ട് തള്ളിയിടുന്ന, അവിടെ പോകുന്ന ആൾ, മൂന്നാമതായിട്ട് തള്ളിയിടുന്നതല്ല, രണ്ടാമതായിട്ട് തള്ളിയിടുന്നതാണ്. മൂന്നാമതായിട്ട് അവിടെ പോകുന്ന ആള് എന്ന് പറയുന്നത് പിശാച് തന്നെയാണ്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അതൊരു ദണ്ഡനത്തിന്റെ ഒരു സ്ഥലമാണ്. ഈ പിശാചിനെയും പിശാചിൻ്റെതായിട്ടുള്ള പ്രവർത്തനത്തെയും ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് ഈ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ഒരു ന്യായവിധി ഉണ്ടായി കഴിഞ്ഞ ശേഷം അവരെയും, നീ ഇത്രയും നാൾ സേവിച്ച പിശാചിന്റെ കൂടെ നിങ്ങളും പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവിടെയും തള്ളിയിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു നമുക്ക് സന്തോഷിക്കാനുള്ളതല്ല. ദയവ് ചെയ്ത് പ്രസംഗിക്കുന്ന സന്ദർഭത്തിലോ മറ്റോ പിശാചിനെ ഗന്ധകത്തെ തള്ളിയിട്ട് പ്രൈസ് ദി ലോർഡ് പറയേണ്ട കാര്യമില്ല. ഇതിനൊന്നും പ്രൈസ് ദി ലോർഡ് പറയേണ്ട കാര്യമില്ല. യൂദാ കെട്ടി ഞാൻ കടന്നു, നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ സമയോചിതമല്ലാത്ത, അനുചിതമായിട്ടുള്ള സ്തോത്രം അല്ല പറയുന്നതിനോട് ഞാൻ വലിയ യോജിപ്പുള്ള കൂടുതലല്ല. സ്തോത്രം പറയേണ്ട കാര്യത്തിന് വേണ്ടി സ്തോത്രം പറയണം, സ്തോത്രം പറയേണ്ടാത്ത കാര്യത്തിന് പറയരുത്. ഇത് ഭീകരമായിട്ടുള്ള സന്ദർഭം ഓർക്കുന്നതായ വേളയിൽ ആളുകൾ പോകുന്നല്ലോ എന്ന് നമ്മളൊന്ന് ഒറ്റയ്ക്ക് സമയമുള്ളതായ സന്ദർഭത്തിൽ നമ്മൾ ആളുകളുടെ സുവിശേഷം പറയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഈ ആളുകൾ നിത്യനരകത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് നമുക്കൊരു വളരെ ഒരു സീരിയസ്നെസ് നമുക്കുണ്ടായിരിക്കണം.
സ്വർഗം എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാകുന്നത് പോലെ നരകത്തിൻ്റെതായുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചും നമ്മൾ അറിയുകയും മറ്റുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. ക്രിസ്തുവിൻ്റെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിത്യശിക്ഷയിലേക്ക് വിധിക്കപ്പെട്ടവരെ നിത്യാഗ്നിയിലേക്ക് തള്ളിയിടും. അതാണ് 20-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. Those who are condemned to eternal punishment before the great white throne judgment will be cast into the eternal fire. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിന് മുമ്പ് നടക്കുന്നതായ ഒരു സംഗതിയുണ്ട്. അഗാധകൂപം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് നരകമല്ല. It talks about the bottomless pit. അഗാധകൂപത്തിൽ സാത്താനെ 1000 വർഷത്തേക്ക് ചങ്ങലയിട്ട് ബന്ധിക്കുന്ന സ്ഥലമാണ്. അത് വെളിപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്താണ്. ഇതെന്തിനാണ് സാത്താനെ ചങ്ങലയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1000 വർഷത്തേക്കുള്ള ഒരു ടെമ്പററി ഒരു പണിഷ്മെന്റ് ആണ്. കാരണം കർത്താവായ യേശുക്രിസ്തു സഭയുമായിട്ട് ഭൂമിയിലേക്ക് വരുന്നതായ വേളയിൽ ഭൂമിയിൽ സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ 1000-ാം ആണ്ട് വാഴ്ചയുടേതായുള്ള സന്ദർഭത്തിൽ പിശാചിന്റെ ഇൻഫ്ലുവൻസ്, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്തതായ ഒരു കാലയളവാണ്. അവിടെ നീതിയോടുകൂടെ വാഴുന്നതായ വേളയിൽ നാം ദൈവസഭ അവനോടുകൂടെ ഭൂമിയിൽ വാഴുന്നതായ സന്ദർഭത്തിൽ പിശാച് വന്ന് അത് ചെയ്യുന്നൊന്നും യാതൊരു പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവന് 1000 വർഷത്തേക്ക് ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുക. എങ്ങനെയുള്ള ചങ്ങലയാണെന്നൊക്കെ ദൈവം മാത്രം അറിയുന്നു. ദൈവത്തിൻ്റെതായ ചങ്ങലയുണ്ട്. ചില കമ്പ്യൂട്ടറിന് ലോക്ക് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടാൽ തോന്നുന്നു ലോക്ക് ചെയ്തിട്ടേക്കാന്ന്. ഇല്ല, അത് പാസ്വേഡ് ഇട്ട് ചെയ്തിരിക്കുന്ന ലോക്കിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് പിശാചിനെ അല്ലാതെ ആത്മീയമായിട്ടുള്ള ലോക്ക് ചെയ്യുവാൻ, മുദ്രയിടുവാൻ, ബന്ധിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയാൽ നമ്മുടെ അധികാരത്തിൽ പിശാചിൻ്റെ ബന്ധനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ളത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നുള്ളത് അഴിക്കുവാൻ നമുക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീകമായിട്ടുള്ള അധികാരവും ആത്മീകമായിട്ടുള്ള ബന്ധനത്തിൽ നിന്നുള്ളതായ വിമുക്തിയും എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പിശാചും സാത്താനും എന്നുള്ളതായ പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ടു. 1000 വർഷങ്ങളിലേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു, അടച്ചുപൂട്ടുകയും പിന്നെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ആളുകളുണ്ട്, പാസ്റ്റർ ഇവരെന്തിനാ പിശാചിനെ എന്തിനെ അവൻ അവിടെ കിടന്നത്, അത് പോരായോ? പിന്നെ ഇതിനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നത്? കാരണം ഈ 1000 ആണ്ട് കാലയളവിൽ ജനിക്കുന്ന ആളുകളുണ്ട്. 1000 ആണ്ട് വാഴുന്ന അവരാരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുകൊണ്ടല്ല, അവിടെ പിശാചിന് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കാരണത്താൽ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. അവർക്കും സ്വന്തമായിട്ടുള്ള ഇഷ്ടത്താൽ പിശാചിനെ മനഃപൂർവ്വമായിട്ട് തള്ളിയതിനു ശേഷം യേശു മാത്രമാണ് രക്ഷകൻ എന്ന് പറഞ്ഞ് ഏറ്റുപറയുവാൻ തക്കവണ്ണം. അത് തന്നെയുമല്ല, ദൈവത്തിന് മറ്റ് ചില പരിപാടികൾ നടക്കുവാനുണ്ട്. അതിൻ്റെ വിസ്താരത്തിലേക്ക് പോകുന്നില്ല. കാരണം എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് ടൈം ഇവൻറ്റ്സ് അല്ല, ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനിത് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഓക്കെ, വേറൊരു ഭാഗം അധികം ആളുകൾ സംസാരിക്കാത്ത ഒരു വിഷയമാണിത്. അത് നിങ്ങളുടെ ബുക്കുകളിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെക്കുന്നത് നന്നായിരിക്കും. 2 പത്രോസ് 2:4 ഈ അധോലോകം, അതാണ് നെതർ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അധോലോകത്തിൻ്റെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ടാർട്ടറസ്. അത് ഗ്രീക്കിൽ ടാർട്ടറസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെയ്ഡസ് എന്ന് പറഞ്ഞിരിക്കുന്ന മൊത്തമായിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമാണ് ഷിയോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് വേറൊരു പദപ്രയോഗം, അതിൻ്റെ എല്ലാ വിസ്താരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഷിയോൾ അഥവാ ഹെയ്ഡസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് പഴയ നിയമ കാലയളവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം വരെ 2-3 സെഗ്മെന്റ് ഉണ്ട്. ആ സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് അബ്രഹാമിൻ്റെ മടി, അഥവാ മടിയല്ല വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ മാറ് എന്നുള്ളതായ ആ സ്ഥലത്തിൻ്റെ പേരാണ്. ഞങ്ങളുടെ അടുത്ത്
കായംകുളം മുല്ലൂർ റൂട്ടിൽ എരുമക്കുഴി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ എരുമയില്ല, അവിടെ ഒരു കുഴി കാണുന്നില്ല. ആ സ്ഥലത്തിൻ്റെ പേര് എരുമക്കുഴി എന്നാണ്. ഞങ്ങളുടെ അടുത്ത് ഒരു ആന പ്രസവിച്ച സ്ഥലമുണ്ട്, ആനമുക്ക് എന്ന് പറയുന്നത്. അവിടെ ആന അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആനമുക്ക് എന്നാണ് പറയുന്നത്. അവിടെ ബസ്സിലെ കണ്ടക്ടർ പറയുന്ന പോലെയാണ് അബ്രഹാമിൻ്റെ മടി. അബ്രഹാം അവിടെ ഉണ്ട്. പഴയ നിയമ വിശുദ്ധന്മാർ, ദൈവത്തോട് നിയമം ചെയ്ത് സഖ്യത ചെയ്തിട്ടുള്ളതായ വിശുദ്ധന്മാർ പോകുന്നതായ സ്ഥലം ആണ് അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നതായ സ്ഥലം. ഓക്കെ, അതിന് താഴെ ഉള്ളതായ സ്ഥലം, ആ ഭാഗത്തിലേക്ക് വീണ്ടും വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. ഒരു സ്ഥലമാണ് യാതനാ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം. യാതനാ സ്ഥലത്തിനും ഒക്കെ അഗാധമായിട്ടുള്ള സ്ഥലമാണ് ഈ ടാർട്ടറസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. അത് മൂലഭാഷ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമാണ് ടാർട്ടറസ്. ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിക്കുകയും എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന നോഹയുടെ കാലയളവിൽ പാപം ചെയ്യിച്ചതായ ചില ദൂതന്മാരുണ്ട്. പിശാചിൻ്റെ ദൂതന്മാർ വന്ന് മനുഷ്യരുമായിട്ട് ബന്ധം പുലർത്തി അതിൽ രാക്ഷസന്മാർ ഉണ്ടായി എന്ന് മറ്റോട് നെഫലിം എന്നുള്ള പദപ്രയോഗം, അത് വേറൊരു ഒരു തിയറിയാണ്. അതിൻ്റെ വിസ്താരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനിഹാവ് അവിടെയുള്ളതായ അതിനുവേണ്ടി പ്രേരിപ്പിച്ചതായ ദൂതന്മാർക്ക് ന്യായവിധിയുണ്ട്. അവരെ ഇപ്പോൾ ബന്ധിക്കപ്പെട്ട് അവിടെ കിടന്നിരിക്കുകയാണ്. അവർക്ക് അവിടുന്ന് പുറത്തു പോകാനൊക്കത്തില്ല. ഓക്കെ, ന്യൂ കിങ് ജെയിംസിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഗാഡ് ഡിഡ് നോട്ട് സ്പെയർ ദി ഏഞ്ചൽസ് ഹൂ സിൻഡ്. അത് ഈ ലൂസിഫറിനും അതിനെ കൊണ്ട് ചേർന്നുള്ള ദൂതന്മാരല്ല, വേറെ ഒരു കൂട്ടം സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസിന്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് കാസ്റ്റ് ദം ഇൻ ടു ദ ഹെൽ, not into hell and delivered them into chains of darkness to be reserved for judgment. ആ ഹെൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമാണ് ടാർട്ടറസ് എന്ന് പറയുന്നത്. ലിറ്ററലി റോബർട്ട് യങ് എന്ന് പറയുന്നതായ ഒരു വേദപണ്ഡിതനുണ്ടായിരുന്നു. ഈ 19th സെഞ്ചുറിയിൽ 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് റോബർട്ട് യങ്. എൻ്റെ YLT എന്ന് പറയുന്നത് യങ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ്. മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്, കാരണം കുറെ കൂടെ പഴയ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യങ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ പ്രകാരം ഫോർ ഇഫ് ഗാഡ് മെസ്സഞ്ചേഴ്സ്, അതായത് ഏഞ്ചൽസിനെ കുറിച്ചാണ്, ഹൂ സിൻഡ് ഡിഡ് നോട്ട് സ്പെയർ ബട്ട് വിത്ത് ചെയിൻസ് ഓഫ് തിക് ഗ്ലൂം ഹാവിങ് കാസ്റ്റ് ദം, മീൻസ് ഏഞ്ചൽസ്, ഡൗൺ ടു ടാർട്ടറസ്. അത് ഹെൽ എന്ന് പദപ്രയോഗം ഉപയോഗിക്കാതെ ടാർട്ടറസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഡ് ഡെലിവർ ദം ടു ജഡ്ജ്മെന്റ്. ആ ദം എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി, മൂലഭാഷയിൽ ആ ദം ഇല്ല, അതിന് അർത്ഥം കൊടുക്കത്തക്ക നിലയിൽ അവിടെ ദം ചേർത്തിരിക്കുകയാണ്. അതിന് മുകളിലുള്ളതായ ആ ന്യൂ കിങ് ജെയിംസിൻ്റെ ഭാഗം നോക്കുമ്പോൾ ആ ദം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റാലിസൈസ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇറ്റാലിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചരിച്ച് എഴുതുന്നതിനാണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത്. നേരെ എഴുതുന്നതിന് ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. എനിക്കാവും, അത്ര ഓർത്തിരുന്നാൽ മതി. അപ്പോൾ എഴുതുന്ന സന്ദർഭത്തിൽ ഇറ്റാലിസൈസ് ചെയ്ത് അവിടെ എഴുതിയിരിക്കുന്നതിനാൽ മലയാളത്തിൽ അതൊന്നും ഇറ്റാലിസൈസും ചെയ്തിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ല, അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയിരിക്കുന്നതുള്ളൂ. കാരണം ഒരുപാട് പണിയാണ്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ അപ്പം ടാർട്ടറസ് എന്ന് പറയുന്ന വേറൊരു സ്ഥലമുണ്ട് അധോലോകത്തിൽ. ഓക്കെ, ന്യൂ കിങ് ജെയിംസ് NKJV എന്ന് പറഞ്ഞാൽ ന്യൂ കിങ് ജെയിംസ് വേർഷൻ, YLT എന്ന് പറഞ്ഞാൽ യങ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർത്ത്. നിത്യനരകത്തിന്റെ ശിക്ഷാവിധിയിലേക്ക് പോകുന്ന ആരൊക്കെയാണെന്ന് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ 21:8 പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് വായിക്കാം. വെളിപ്പാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന എല്ലാവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഓക്കെ, ഇവിടെ പറഞ്ഞിരുന്ന പല പല ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പുസ്തകത്തിലേക്ക് പോകുന്നില്ല. അപ്പം അവിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ നിരസിച്ചു കളയുന്ന ആളുകൾ, അവരാണ് അവിശ്വാസികൾ എന്ന് പറയുന്നത്.
ഭീരുക്കൾ, പിശാചിന്റെ ഭീരുത്വത്തിൽപ്പെട്ടവർ, അറയ്ക്കപ്പെട്ടവർ, മ്ലേച്ഛകരമായ സംഗതികൾ ചെയ്യുന്നവർ. നിങ്ങളുടെ ആരെങ്കിലും പുസ്തകത്തിൽ കുലപാതകം എന്ന് പറഞ്ഞു, കുലയല്ല കൊല. കുല എന്ന് പറഞ്ഞാൽ വാഴയുടെ കൊലയ്ക്കാണ് കുല എന്ന് പറയുന്നത്. കൊലപാതകികൾ കറക്റ്റായിട്ടാണെങ്കിൽ കൊലപാതകികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, അവർക്കെല്ലാം ഓഹരി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്ര. വിശുദ്ധന്മാരായുള്ള ദൈവമക്കൾക്ക് അവർക്ക് ലഭിക്കുന്നതായ ഓഹരിയാണ് നിത്യ ജീവൻ എന്ന് പറയുന്നത്. കർത്താവിനോട് കൂടെയുള്ളതായ വാസം എന്ന് പറയുന്നത്, കർത്താവിൽ നിന്ന് കിട്ടുന്നതായ അനുഗ്രഹങ്ങൾ നമ്മുടെ ഓഹരിയാണ്. ദൈവത്തെ നിരസിച്ചു കളയുന്ന ആളുകൾക്കുള്ളത് ഓഹരി എന്ന് പറയുന്നത് നിത്യ നരകമാണ്. ഓക്കെ, കള്ളന്മാർ, ഇവിടെ കോരിന്ത്യർ ലേഖനം 1 കോരിന്ത്യർ 6:9-10 വായിക്കാം. ഇതും നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന സന്ദർഭത്തിൽ ഓർത്തിരിക്കാൻ നമുക്ക് ഹാൻഡിയായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഒരാൾക്ക് വായിക്കാം. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരിക്കുന്നു. എങ്കിലും നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഓക്കെ, മതി. എന്നൊക്കെ ചോദിച്ചു, പാസ്റ്ററെ, ഈ പറഞ്ഞ 9-ാമത്തെ അധ്യായത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങളിൽ ഉള്ളവർ സഭയിലില്ലയോ എന്ന് ചോദിച്ചേക്കാം. അതിന്റെ മറുപടിയാണ് 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ്, നിങ്ങളും ചിലർ ഈ വകക്കാർ ആയിരുന്നു. പണ്ട് നിങ്ങൾ ഇപ്രകാരമുള്ളതായ പ്രവൃത്തികൾ ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലും ഉള്ളതായ കഴുകലും ശുദ്ധീകരണവും പ്രാപിച്ച ആളുകളാണ് ദൈവസഭയിൽ ഉള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ ഇപ്രകാരം ഉള്ളതായ മ്ലേച്ഛതകൾക്കോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കോ അവർക്ക് ദൈവരാജ്യം, മദ്യപന്മാർ, ഞാൻ പറഞ്ഞതുപോലെ ആരണ്ടൊക്കെ ചോദിച്ചപ്പം സിഗരറ്റ് വലിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ചോദിച്ചു. അവിടെ വേദനകത്തും പറഞ്ഞിട്ടില്ലല്ലോ. നന്നാകാൻ താല്പര്യമുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കത്തില്ല. ഓക്കെ, വിഷം കുടിക്കുന്നവരുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിഷം കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലയോ? മദ്യം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിനു വേണ്ടിയുള്ളതായ ഒരു പ്രേരണ ഉണ്ടാവുകയില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, അത് മറ്റുള്ള ജാതിക്കാരോ മാത്രമല്ല, ക്രിസ്തീയ വിഭാഗത്തിലും വിഗ്രഹങ്ങളെ മുന്നേ ഉണ്ടെങ്കിലേ ആരാധിക്കത്തുള്ളൂ എന്ന് നിർബന്ധമുള്ള ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തിന് പതിനൊന്നും ഒരു ഇളവ് കൊടുത്തിട്ടില്ല. ഓക്കെ, ദൈവരാജ്യം അവകാശമാകാൻ സാധ്യതയില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്. ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. ഓക്കെ, ഇവിടെ മുമ്പ് വായിച്ച ഭാഗമാണ്. എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നതിന്, നിത്യശിക്ഷാവിധിയിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നുള്ള ഉപാധി? നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഈ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ ഈ കഴുകലും ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കുവാനൊക്കെയുള്ളൂ. അങ്ങനെയുള്ളതായ ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, ഈ കത്തോലിക്ക സഭ, പിന്നീട് യാക്കോബ ഓർത്തഡോക്സ് സഭകൾ, എപ്പിസ്കോപ്പേലിയൻ ചർച്ച് മുതലായ ചില സഭകൾ പഠിപ്പിക്കുന്നതായ ഒരു സംഗതിയാണ് പർഗറ്റോറി. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു ഒരു സ്ഥലം ഇതുമായിട്ട് അവർ ഉള്ളതാണോ ഇല്ലെന്ന്, ബെസ്പുർഖാന എന്ന് കേട്ടിട്ടുണ്ട്. ബെസ്പുർഖാന, അത് പോട്ടെ. പർഗറ്റോറി എന്ന് പറഞ്ഞാൽ പേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പർഗറ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. There's no such place. ഓക്കെ, ഈ
സഭയ്ക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി കത്തോലിക്ക പൗരോഹിത്യ സഭകൾക്ക് അന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്, ഉണ്ടാക്കിയൊരു സ്ഥലമാണ് പെർഗറ്റോറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മരിച്ച ആളുകൾ പർഗറ്റോറി പോകാത്ത ആളുകളുടെ കാര്യത്തെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതായ കാര്യങ്ങൾ പോപ്പ് പോകത്തില്ല. കാരണം പോപ്പാണ് ഈ നിയമം ഉണ്ടാക്കുന്നത്. നിയമം ഉണ്ടാക്കിയ ശേഷം പുള്ളിക്കാരൻ തന്നെ പോയി കഴിഞ്ഞാൽ ആ പഴയ കുഴപ്പമല്ലേ. പിന്നെ സഭ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ച ഒഫീഷ്യലായിട്ടുള്ള സെയിൻസ് ആയിട്ടുള്ള അവർ പോകത്തില്ല. രക്തസാക്ഷികളായിട്ട് മരിച്ചിട്ടുള്ള ആളുകൾ പോകത്തില്ല. പിന്നെ സഭ പുണ്യവാളന്മാര്, നമ്മുടെ ശ്ലീഹാമാര്, അവരാരും ഈ പർഗറ്റോറി പോകത്തില്ല. ബാക്കിയുള്ള സകല ആളും കർദിനാളന്മാര്, ബിഷപ്പന്മാര്, അച്ഛന്മാര് അല്ലാത്ത എല്ലാ ആൾക്കാരും എവിടെ പോകും? ഈ പർഗറ്റോറി പോകും. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെസ്റ്റ് ഇടുന്നതായ സാറിന്, ടീച്ചറിന് പരീക്ഷ പാസ്സാകാൻ ഒക്കത്തില്ലെങ്കിൽ പിന്നെ ആ പഴയ കുഴപ്പമല്ലേ. ബാക്കിയുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ച് പെർഗറ്റോറിയിൽ നിന്ന് കയറ്റുന്ന ആളുകൾക്ക് അവരും അവിടെ പോകുന്നതിൽ പിന്നെ എന്ത് ചെയ്യും? എത്ര അധപ്പതിച്ചതായ ഒരു ചിന്താഗതിയാണ്, എത്ര അധപ്പതിച്ചതായ വ്യാജമായിട്ടുള്ള ടീച്ചിങ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു അനാളജി, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ, പേർഷ്യയെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ബോംബെ കൊണ്ട് താമസിപ്പിക്കാന്ന് വെച്ചോ. ബോംബെ എന്ന് പറഞ്ഞ് പെർഗറ്റോറിയാണെന്ന് ചിന്തിച്ചോ. ഇതിനുശേഷം ആൾക്കാരുടെ എന്ന് പൈസ പിടിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പൈസ തന്നെങ്കിലേ ഒക്കത്തു, 20,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 1,00,000 രൂപ തന്നെങ്കിലേ ഒക്കത്തുള്ളൂ. അന്നേരം അവിടെ ചെന്നിട്ട് അല്പമായിട്ട് ഇളവ് കൊടുക്കുകയാണ്. പിന്നീട് അവർക്ക് പൈസ വാങ്ങിക്കുക 25,000 രൂപയുടെ വേണം. കുറേശ്ശെ എത്ര നാൾ കഴിയുന്നതിന് ശേഷം അവർ പെർഗറ്റോറിയിൽ നിന്ന് മറ്റിടത്ത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയത്തില്ല. കാര്യം അതിൻ്റെ അനുസരിച്ചാണ് ഈ കുർബാനയ്ക്കോടും മറ്റും പൈസ വാങ്ങിക്കുന്നത്. അപ്പം പെർഗറ്റോറി എന്ന് പറയുന്നത് ഒരു മിഥ്യയായിട്ടുള്ളൊരു സ്ഥലമാണ്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ലാസറിൻ്റെയും ധനവാന്റെയും ജീവിതത്തെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ഭാഗികമായിട്ട് നമ്മൾ വായിച്ച് പോവുകയാണ്. എല്ലാ 19 മുതൽ 31 വരെയുള്ള വാക്കുകൾ നമ്മൾ ഇന്ന് എല്ലാം വിശദീകരിക്കാനുള്ള സമയമില്ല. ഇവിടെ ആളുകൾ, പല വേദപണ്ഡിതന്മാരും ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയാണ്. ഈ ഉപമ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനോട് ചേർന്ന് അർത്ഥം മനസ്സിലാകാൻ വേണ്ടി വേറൊരു കാര്യം കർത്താവ് പഠിപ്പിക്കുന്ന, അതാണ് ഉപമ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് ഒരു സംഭവ കഥയായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ ഒരു മിഥ്യയായിട്ടുള്ള സംഭവമല്ല. സംഭവ വിവരണം, അതിനാണ് ആഖ്യാതം എന്ന് പറയുന്നത് മലയാളത്തിൽ. അതൊരു സംഭവ കഥയാണ്. കാരണം അതിൽ വർണ്ണിച്ചിരിക്കുന്നതായ ലാസർ യഥാർത്ഥമായ ഒരു ക്യാരക്ടറാണ്. ധനവാൻ, അബ്രഹാം, ധനവാന്റെ 5 സഹോദരന്മാര്, മോശ, പ്രവാചകന്മാർ, ഇതെല്ലാം റിയലായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ റിയലായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം വിശദീകരിക്കുന്ന സ്ഥലമല്ല ഉപമ. അപ്പോൾ ഇതൊരു ഉപമയായിട്ടല്ല, ഒരു യഥാർത്ഥ സംഭവമായിട്ടാണ് യേശു പഠിപ്പിച്ചത്. ഓക്കെ, അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിവാതിൽക്കൽ കിടന്നു. ധനവാനായതുകൊണ്ട് അയാള് നരകത്തിൽ പോയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, പാതാളത്തിൽ യാതനാ സ്ഥലത്ത് പോയെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അബ്രഹാം വലിയ ധനികനായ വ്യക്തിയായിരുന്നു, ഇസ്ഹാക്ക് വലിയ ധനികനായ വ്യക്തിയായിരുന്നു, ദാവീദ് വളരെ ധനികനായ വ്യക്തിയായിരുന്നു. അനേക ധനികരായിട്ടുള്ള ആളുകൾ പഴയ നിയമ കാലയളവിൽ ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചോ മറ്റോ യാതൊരു വിധമായ ചിന്തയും കൂടാതെ വണ്ണം ആഡംബരത്തോടു കൂടി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നതാണെന്ന് വേദനകത്ത് എഴുതിയിട്ടില്ല. ദരിദ്രനായതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നതെന്ന് വേദനകത്ത് എഴുതിയിട്ടില്ല. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു, നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി.
അപ്പോൾ ലാസർ മരിച്ചതായ വേളയിൽ അവനെ ഫോളോ ചെയ്യുവാൻ കൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ചെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ എഴുതാത്ത ഒരു സംഗതി കൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. കാരണം ഞാൻ പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. മരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ചാപ്പിളിനായിട്ട് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ അവര് ആദ്യം വിളിക്കുന്ന വ്യക്തി ചാപ്പിളിന് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മരണത്തിന്റെ സന്ദർഭത്തിൽ ഹോസ്പിറ്റലിൽ വിളിക്കും, ചാപ്പിൾ കമോടെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോകും. മരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്, രക്ഷിക്കപ്പെടാത്തവർ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്ന ആളുകളുടെ മുഖത്ത് വലിയൊരു സന്തോഷവും സമാധാനവുമാണ്. കാരണം അവരെ ആനയിച്ചു കൊണ്ടുപോകുവാൻ്റെ കൊണ്ടം ദൈവത്തിൻ്റെ ദൂതന്മാർ അവരെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ പല രക്ഷിക്കപ്പെടാത്ത ആളുകൾ മരിക്കുന്നത് കണ്ടുകൊണ്ട് യാതൊരു നിലയിലും മരിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ലാതെ കൊണ്ടും വലിയ ഗുസ്തിയിട്ടാണ് മരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? അവരെ ആനയിച്ചു കൊണ്ടുപോകാതെ കാരണം പിശാചിൻ്റെ ദൂതന്മാരാണ് അവരെ കാത്തു നിൽക്കുന്നത്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, അത് എൻ്റെ ഒരു ഫുട് നോട്ടായിട്ട് ഞാൻ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. ധനവാന്റെ ശവസംസ്കാരത്തിന് പോയി കഴിഞ്ഞാൽ എന്തുമാത്രം ആൾക്കാർ, എന്തുമാത്രം പൂക്കളും, എന്തുമാത്രം വലിയ പെട്ടികളും, ആളുകളെല്ലാം ഇദ്ദേഹത്തെ പോലെ വലിയ ആളുകൾ താൻ ഇല്ലായിരുന്നു എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ കള്ളം പറയുന്ന സ്ഥലമാണ് ശവസംസ്കാര ശുശ്രൂഷ. ആ ആൾ ജീവിച്ചിരുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളില്ലാത്ത കാര്യങ്ങളെല്ലാം പറയും. അയാൾക്ക് ഒരു സാവകാശം ഉണ്ടായിരുന്ന കണ്ണ് തുറന്ന് എന്നെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ചോദിച്ചു തോന്നിപ്പോകും. പണ്ടൊരിക്കലും ഞാൻ ഒരു പാസ്റ്ററുടെ കൂടെ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയതിന് ശേഷം ഞാൻ വന്ന് പറഞ്ഞു, പുള്ളിക്കാരൻ പ്രസംഗിച്ചപ്പം പറഞ്ഞു, അവിടെ ദൈവം അന്ന് ഏറ്റവും നല്ല പൂക്കളെയാണ് പറിച്ചുകൊണ്ട് പോകുന്നത്, ഇതെല്ലാം പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്ന നേരത്ത് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ബാക്കിയുള്ള ആളുകളെല്ലാം വെറും നാറിയ പൂക്കളാക്കി തീർത്ത്. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഏറ്റവും നാറിയ പൂക്കളായതുകൊണ്ട്. അയ്യോ പാസ്റ്ററെ, ഞാനത് ചിന്തിച്ചില്ല, അവർക്കൊരു നന്നായിട്ട് തോന്നാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ധനവാനും മരിച്ചതായ സന്ദർഭത്തിൽ വലിയ ആർഭാടകരമായിട്ടുള്ള ശവസംസ്കാരം നടന്നു. എന്നാൽ 21-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 2-ാമത്തെ ഭാഗം, അവൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. അപ്പൊ മേലോട്ട് നോക്കണമെങ്കിൽ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലം എവിടെയായിരിക്കും? മുകളിലായിരിക്കും. അവൻ മുകളിലേക്ക് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടും. ഒരു പൗരോഹിത്യ സഭയിലെ ആള് ഒരു അച്ഛൻ പറഞ്ഞു, ഇന്നാര് മരിച്ചു കഴിഞ്ഞ ശേഷം താൻ അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ എല്ലാം മടിയിൽ ഓടിച്ചാടി നടക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ട ഒരു പ്രസംഗമാണ്. ഞാൻ വിചാരിച്ചു വേദസ്വം ശരിയായിട്ടൊന്ന് വായിച്ചായിരുന്നു വേണ്ടിയല്ലായിരുന്നു ഈ കഥയൊക്കെ പറയുന്നതിന് മുമ്പ്. അപ്പോൾ യാതനാ സ്ഥലത്ത് അവിടെ ചെന്നായ വേളയിൽ അവൻ യാതന അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അവൻ സെൻസിബിളായിട്ട് അവന് ചിന്തിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. അവിടെ വെച്ച് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അബ്രഹാം പിതാവേ, എന്ത് ഭക്തിയോടുകൂടിയാണ് വിളിക്കുന്നത്. എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കണം, ഭയങ്കര ചൂടാണ്. ലാസറിനെ വിട്ടിട്ട് കുറച്ച് വെള്ളവുമായിട്ട് അയച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആവിയായിട്ട് പോകുമെന്ന് അയാൾ ചിന്തിക്കുന്നില്ല. അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അവിടെ ശരീരത്തിൻ്റെ സകല സെൻസസും കംപ്ലീറ്റ് ആയിട്ടും മുഴുവനായിട്ടും പ്രവർത്തിക്കുന്ന സ്ഥലമാണ് എന്ന് കർത്താവിൻ്റെ ഈ വിവരണത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. നേരത്തെ അവൻ ജീവിച്ചിരുന്നതായ വേളയിൽ അവന് യാതൊരു സെൻസും ഇല്ലായിരുന്നു. ഈ ലാസർ പട്ടിണി കിടക്കുന്നുണ്ടെന്നോ ആ മൃഗങ്ങൾ, നായ്ക്കൾ വന്ന് ആ വിടങ്ങൾ നക്കുന്നു എന്നോ ഒന്നും അയാൾക്ക് പരിഗണനയില്ല. എന്നാൽ ഇപ്പോൾ അയാൾക്ക് ആശ്വാസം വേണം. അബ്രഹാം പറയുന്നത്, അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ആവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാനും കഴിവുണ്ട്. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. നീ പറഞ്ഞതെല്ലാം സത്യമാണ്. ഒരു ഈ വാക്യം വായിച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ വെച്ച് അടുത്ത ആഴ്ച നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു വിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. വിളർപ്പുണ്ടായെന്നല്ല പറഞ്ഞേക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ദൈവം വിളർപ്പുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയുകയില്ല. നിനക്കും ഇച്ഛയുണ്ട്, പക്ഷേ നിനക്ക് കഴിയുകയില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല. അത് നിരോധിച്ചിരിക്കുകയാണ്.
ഈ വേദഭാഗങ്ങൾ നമ്മൾ ആളുകളുടെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ. കാരണം ആളുകൾ വിചാരിച്ചിരിക്കുന്ന മരിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ല പാസ്റ്റർമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലോ അച്ഛന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞാലോ രക്ഷപ്പെടും എന്ന് ഉള്ള ഒരു മിഥ്യായ ധാരണയുണ്ട്. അങ്ങനെയല്ല, ജീവിച്ചിരിക്കുന്ന ആ വേളയിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ രക്ഷ എന്നുള്ളതായ സംഗതി നമ്മളെ ആളുകളെ ബോധവൽക്കരണം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. തുടർന്ന് കർത്താവ് വരുവാൻ താമസിച്ചാൽ വരുന്ന ആഴ്ച ഇതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ നാം പഠിക്കുന്നതായിരിക്കും. വചനം കേട്ട എല്ലാവർക്കെയും കർത്താവ് അനുഗ്രഹിക്കണം. ചോദ്യങ്ങളുണ്ടെങ്കിൽ സമയം പരിമിതി കാണത്താൽ ഞാൻ 5 മിനിറ്റ് മുമ്പേ നിർത്തേണ്ടതായിരുന്നു, സോറിയുണ്ട്. ചോദ്യങ്ങളുണ്ടെങ്കിൽ വരുന്ന ആഴ്ച ആണെങ്കിലും ചോദിക്കാം, കുഴപ്പമില്ല. കർത്താവ് സഹായിക്കട്ടെ. ലാലു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. ദൈവം വീണ്ടും സഹായിക്കുകയും നടത്തുകയും ചെയ്യട്ടെ. നാളെ കർത്താവ് സഹായിച്ചാൽ പാസ്റ്റർ ഷാജൻ പാറക്കടവിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓൺലൈൻ അപ്പോസ്റ്റോൾ. എല്ലാ പ്രിയപ്പെട്ടവരും മാത്യു പി തോമസ് വെള്ളിയാഴ്ച എടുക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ പോകാം. ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി സിസ്റ്റർ ബിജി ജോസ് പ്രാർത്ഥിച്ച് സഹായിച്ചാൽ. സിസ്റ്റർ ബിജി ജോസ് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റും. ഓക്കെ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ, ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്ധ്യ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന പിതാവേ. ദൈവമേ, സ്തോത്രം. വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, രാത്രികാലം വചനം പഠിച്ച എല്ലാ പ്രിയമുള്ളവർക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, കേൾക്കപ്പെട്ട വചനങ്ങൾ, പഠിച്ച വചനങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ വേണ്ടുമെന്ന് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണം, ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രപ്പ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. ഓരോ ദിവസവും ആത്മാവിന്റെ ശക്തിയോടുകൂടി വളരുവാൻ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ആത്മാവിൽ ഞങ്ങൾ വളരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പിതാവേ. രാത്രികാലം കർത്താവേ, ഈ സൂമിലായിരുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഷാജി പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലാൽ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മറ്റിതിനു വേണ്ടി അധ്വാനിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും ഈ രാത്രികാലം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കേണ്ടതിനും ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിതാവേ, രാത്രികാലം ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഒരു പ്രാവശ്യം കൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 പാസ്റ്റർ ജോർജ് വർഗീസ് അങ്ങ് ആശീർവാദം പറഞ്ഞാട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും ലീഡ് ചെയ്യുന്നതായ ദേവദാസൻ പാസ്റ്റർ ലാലു ജേക്കബിന് വേണ്ടിയും മറ്റുള്ള എല്ലാ ദൈവദാസിദാസന്മാരോടും ഇപ്പോഴും എന്റെ കർത്താവിന് നാൾ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. Thank you, Pastor. Hallelujah, Pastor. Hallelujah. Hallelujah.